അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നലെ സ്റ്റോറി ഇല്ലായിരുന്നല്ലോ അല്ലേ? എല്ലാവരും ക്ഷമിക്കണം. ഇന്നലെ ഞങ്ങൾ എത്തിയപ്പോൾ ലേറ്റ് ആയതായിരുന്നു. പിന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാനിങ്ങനെ ഞങ്ങൾ റിസോർട്ടിൽ പോയതാണെന്നൊക്കെ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ പലരുടെയും കമൻറ്റ് കണ്ടപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു കേട്ടോ. അതിലൊരു കമൻറ്റ് ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്ന സ്റ്റോറി ആയിരുന്നു, പക്ഷേ കേൾക്കാതായപ്പോൾ മനസ്സിക്ക് വല്ലാത്തൊരു സങ്കടം, വല്ലാത്തൊരു അസ്വസ്ഥത. രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം രാവിലെ കിച്ചണിൽ കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഓണാക്കി വെക്കലാണ്. അത് കേൾക്കാത്തപ്പോൾ ഭയങ്കര ഒരു വിഷമമായി എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റുകളൊക്കെ വന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഞാൻ പഠിച്ചവനെ അള്ളാഹു എല്ലാവർക്കും നീ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യ റഹ്മാനെ. എൻ്റെ വാക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ ആളുകളുണ്ടല്ലോ എന്നാലോചിച്ചപ്പോൾ. എന്തായാലും ഞാൻ കൂടുതൽ വേറൊന്നും പറയണില്ല, കഥയിലേക്ക് പ്രവേശിക്കാം കേട്ടോ ഇൻഷാ അല്ലാഹ്. അതെ, ഹംദാനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം. അറബിച്ചിയുടെ നിർദ്ദേശപ്രകാരം അറബി മനമില്ല മനസ്സോടുകൂടി ഹംദാൻ്റെ റൂമിലേക്ക് ചെല്ലുന്നു. ഹംദാൻ ഹംദാൻ അവിടെ വിശ്രമിക്കുകയായിരുന്നു. പെട്ടെന്ന് ഹംദാൻ എഴുന്നേറ്റു. അർബാ, ഹംദാൻ, നിനക്ക് വീട്ടുജോലി ചെയ്തൊന്നും അത്ര പരിചയമില്ല അല്ലേ? ഹംദ എന്ത് എന്നറിയാതെ ഒരു നിമിഷം തലയാട്ടി. അർബ, അത് സാരമില്ല, പതുക്കെ പതുക്കെ ശരിയായിക്കോളും. പക്ഷെ നിന്നെ പുറത്തെ ജോലി ഏൽപ്പിക്കാനാണ് ഇപ്പോൾ അർബിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്താ, നിനക്ക് കഴിയുമോ? ഒരു നിമിഷം ഹംദ ഞെട്ടിപ്പോയി. റബ്ബേ, സൂര്യപ്രകാശം എനിക്ക് ശരീരത്തിലേക്ക് ഇതുവരെ നേരിട്ട് അങ്ങനെ ഏറ്റിട്ടില്ല. പക്ഷേ മരുഭൂമിയിലൂടെ അന്ന് കഷ്ടപ്പെട്ട് നടന്നപ്പോൾ അപ്പോൾ ഏറ്റു എന്നല്ലാതെ. എന്നാലും ജീവിക്കണമല്ലോ, എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിലും വേണം ക്യാഷ്. എന്തിനൊക്കെ തന്നെയാലും അറബിയോട് പറഞ്ഞു. അർബ, ഞാൻ എങ്ങനെയെങ്കിലും ഇവിടുത്തെ ജോലി എങ്ങനെ ചെയ്തോളാം. പക്ഷേ എനിക്ക് അതിനുള്ളൊരു അവസരം, അതിനുള്ള സമയം നിങ്ങൾ പഠിച്ചു വരാൻ തരണം. അറബി കാര്യമായിട്ടൊന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങി നേരെ ഷാമിലിൻ്റെ റൂമിലേക്കാണ് ചെന്നത്. ഷാമിൽ അർബ, ഷാമിൽ, നിങ്ങളൊക്കെ ഓക്കെ, നിങ്ങളും ഓക്കെ, അമീർ ഓക്കെ. പക്ഷെ നിങ്ങളുടെ കൂടെ വന്ന ഹംദാൻ എന്ന പേരുള്ള ആ വ്യക്തി ഉണ്ടല്ലോ, ചെറുപ്രായമായിട്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹത്തിന് ജോലിയൊന്നും ചെയ്ത് തീരെ അങ്ങ് ശീലമില്ല. കാരണം അതിങ്ങനെ എന്താ ഒരു ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ വളരെയധികം ഒന്നും ചെയ്യാത്ത കൊച്ചു കുട്ടികളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്ന പോലെയാണ്. പെട്ടെന്ന് ഷാമിൽ പറഞ്ഞു, അർബാ, നിങ്ങൾ കൈവിടരുത് ഞങ്ങളെ. കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ രക്ഷപ്പെടണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടണം. പിന്നെ അതുമാത്രമല്ല, അവൻ ഏതോ ഒരു നല്ല രാജകൊട്ടാരത്തിൽ ഒരു ഉന്നതനായ അറബിയുടെ പുത്രനാണ്. അതുകൊണ്ട് നിങ്ങൾ പതുക്കെ പതുക്കെ അവനെല്ലാം ചെയ്തോളും. ഷാമിൽ, അത് ഏത് അറബിയുടേതാണെന്ന് ഷാമിലിന് അറിയുമോ? ഒരുപക്ഷെ ഞാൻ അന്വേഷിച്ച് കണ്ട് അതെനിക്കറിയില്ല. ആണെന്ന് പറഞ്ഞോ, ഏതാണെന്ന് അറിയില്ല. ഒരു പക്ഷേ അഡ്രസ്സ് എങ്ങാനും പറഞ്ഞു കൊടുത്താൽ നേരെ അറബിയുടെ വീട്ടിലേക്ക് എത്തിക്കാനായിരിക്കും എന്ന് കരുതിയിട്ടായിരിക്കും. വേണ്ട, തൽക്കാലം എന്നോട് ഉമ്മുൽ ഖൈർ പറഞ്ഞത് അവൾ സുരക്ഷിതമായ സ്ഥലത്ത് എത്തിക്കാനാണ്. ഇവിടെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വീണ്ടും അവിടേക്ക് എത്തിപ്പെട്ടാൽ ആ അറബി ഉപദ്രവിക്കും, അവളെ നിക്കാഹ് കഴിക്കുവാൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ടൊരിക്കൽ പോലും അങ്ങോട്ട് വിടുന്ന പ്രശ്നമില്ല. അർബോ, നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ ഇവിടെ തന്നെ ഒന്ന് സെറ്റിൽഡ് ആയിട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു പോയിക്കോളാം. ഞങ്ങൾ തൽക്കാലം നിങ്ങളൊന്ന് പരിഗണിക്കണം. ഹംദാന് ജോലിയൊന്നും അറിയില്ല, കാരണം അത്രക്കും നല്ല രാജാവിൻ്റെ മകനായിട്ട് ജീവിച്ചതാണ്. പിന്നെ ഇപ്പം എങ്ങനെ? എന്നാൽ അറബിക്കതിൽ അലിവ് തോന്നുകയായിരുന്നു. പക്ഷേ അറബിയുടെ ഭാര്യയ്ക്ക് വെറുതെ ജോലി ചെയ്യാത്തവർ അങ്ങനെ നിർത്തിയിട്ട് എന്ത് കാര്യമാണ്? വെറുതെ എന്തിന് ക്യാഷ് കൊടുക്കുന്നു? അതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല. ഭാര്യയെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതെന്ന് അറബിക്ക് അറിയുന്നില്ല. അതെ, പഠിച്ചു വരികയാണ്, എവിടെയോ അകപ്പെട്ടതാണ്. അവർ ജീവിച്ചോട്ടെ, അവിടെ ജോലി ചെയ്യിക്കാനല്ലെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട്. എങ്കിലും ഹംദാൻ അടങ്ങി നിന്നില്ല. അവൻ റൂമുകളൊക്കെ ക്ലീൻ ചെയ്തു. അങ്ങനെ
അറബിച്ചി പറഞ്ഞു, അതാ അവിടെ റൂമുണ്ട്, അവിടെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. അറബിച്ചി അവനെ കൊണ്ട് പറഞ്ഞ് എടുപ്പിക്കുകയാണ്. അങ്ങനെ അതാ ആ റൂമിലേക്ക് കടന്നു. അവിടെ ആകെ നല്ല രീതിയിൽ വൃത്തിയാക്കി. പിന്നെ വൃത്തിയാക്കി തിരിച്ചു പോരണം, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനും നിൽക്കണ്ട. എന്നാൽ ആ റൂമിലെ ഒരു ഭാഗത്തായിട്ട് അവിടുത്തെ രാജകുമാരി ഇരിക്കുന്നുണ്ടായിരുന്നു, ഒരു പെണ്ണ്. ഹംദാൻ അങ്ങോട്ട് ക്ലീൻ ചെയ്യാൻ വന്നപ്പോൾ അവൾ അവിടെ നിന്ന് മാറിക്കൊടുത്തു. പെട്ടെന്നാണ് ക്ലീൻ ചെയ്യുന്നതിനിടയിൽ ഹംദാൻ്റെ ആ മുഖം അവൾ ശ്രദ്ധിച്ചത്. മാഷാ അല്ലാ, സുന്ദരനായൊരു യുവാവാണല്ലോ എൻ്റെ റൂമിലേക്ക് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ എന്താ സംഭവം? ക്ലീൻ ചെയ്ത് അതാ ഹംദ തിരിച്ചു പോയി. മാം, ആരാണത്? ഇവിടുത്തെ ജോലിക്കാരൻ. 2-3 ജോലിക്കാർ വന്നല്ലേ ഇവിടെ കൊള്ളസംഘത്തിൽ പെട്ടുവെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതിൽ പെട്ട ചെറിയ ആളാണ്. അപ്പോൾ നീ ഇതുവരെ കണ്ടില്ല? ഇല്ല, ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ. ഞാൻ പുറത്ത് ക്ലാസ്സിന് പോയിരുന്ന സമയമായിട്ടായിരിക്കും. എന്നാൽ ആ രാജകുമാരി അതിനെക്കുറിച്ച് തന്നെ ചോദിച്ചറിയുകയായിരുന്നു. ഉമ്മ, അവരുടെ വീട് എവിടെ? അതൊന്നും അറിയില്ല കുട്ടി. ഞാൻ അവനെ പറഞ്ഞു വിടാൻ വേണ്ടി നിൽക്കണേ. എന്താ അവൻ ചെയ്യുന്നത്? തീരെ ഒരു വൃത്തിയില്ല. ശരിക്കൊരു ബ്രഷ് പിടിക്കാനൊരു മോപ്പ് പിടിക്കാൻ വരെ കഴിയുന്നില്ല. പിന്നെ ഇപ്പം എന്തിനാ വെറുതെ? ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട് അവൾ ഒരു നിമിഷം വിചാരിച്ചു, ഉമ്മ പാവല്ലേ, അവർ ഇവിടെ കഴിഞ്ഞോട്ടെ. എന്താടി നിനക്കിത്ര അനുകമ്പ? ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം അത്രക്കും വിശ്വസിക്കാൻ പറ്റില്ല മോളെ ആരെയും. അതുകൊണ്ടല്ലേ അകത്തൊക്കെ എന്ന് വെച്ചാലേ അത്രയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല മോളെ. ഉമ്മ, നമ്മളെല്ലാവരും അങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് ശരിയല്ലല്ലോ. ആ, അതൊക്കെ അങ്ങനെ തന്നെ. പിന്നെ പുറത്തെന്തേ ജോലി നിൻ്റെ വാപ്പയോട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയാം ഏതോ വലിയ രാജാവിൻ്റെ മകനാണത്രേ. അദ്ദേഹത്തിന് ജോലിയൊന്നും എടുത്ത് പരിചയം ഉണ്ടാവില്ല. ഇവിടേക്ക് ജോലി അന്വേഷിച്ച് വന്നപ്പോൾ കൊടുത്തു എന്ന് മാത്രമല്ല, അത് കൂടുതൽ എടുപ്പിക്കാനൊക്കെ അല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ അവിടുത്തെ ആ രാജകുമാരിക്ക് വല്ലാത്തൊരു സങ്കടമായിരുന്നു അത് കേട്ടപ്പോഴായത്. അന്നും അത് റൂം ക്ലീനിങ്ങിന് വേണ്ടി ഹംദ അതിനകത്തേക്ക് കയറി. അവിടെ രാജകുമാരി മാഷിത്ത ഇരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഹംദയെ കണ്ടപ്പോൾ, ഇങ്ങ് തരൂ, ഞാൻ ക്ലീൻ ചെയ്ത് തരാം. വേണ്ട, ഞാൻ ചെയ്തോളാം, ഇതെനിക്കുള്ള ഡ്യൂട്ടിയല്ലേ. പെട്ടെന്ന് മാഷിത്ത അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ക്ലീനിങ്ങിനുള്ളത് വാങ്ങുന്നു. ഞാൻ ചെയ്തോളാം. അല്ല, ഞാൻ ചെയ്തു തരാം. എനിക്ക് നിങ്ങളത് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടൊരു ബുദ്ധിമുട്ട് തോന്നുകയാണ്. സാരമില്ല, ഞങ്ങളിപ്പോൾ അടുത്ത് ഇവിടുന്ന് പോകും. തൽക്കാലം ഞങ്ങളിവിടെ കയറിയതാണ്. ഓ, എന്തിനാ ഇവിടുന്ന് പെട്ടെന്ന് പോകുന്നത്? അത് എനിക്ക് പോയേ മതിയാവോ. ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളൊരു കൊള്ളസംഘത്തിൽ പെട്ടതായിരുന്നു. അതെ, ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്കായിരുന്നു പോയിരുന്നത്. തൽക്കാലം ഞങ്ങളിവിടെ എത്തിപ്പെട്ടതാണ്. ജോലി ചെയ്ത് കുറച്ച് ക്യാഷായിട്ട് ഇൻഷാ അല്ലാ ഞങ്ങൾ പോകും. എന്തിനാണ്? ഇവിടെ തന്നെ ജോലിയുണ്ടല്ലോ. ക്യാഷ് കൂട്ടിത്തരാൻ ഞാൻ ബാബയോട് പറയാം. ഇവിടെ നിൽക്കുമോ? സത്യം പറഞ്ഞാൽ ഹംദയോടുള്ള ആ ഒരു വാക്ക് മാഷിത്തക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഹംദയോട് എന്തെന്നറിയില്ല വല്ലാത്തൊരു ബഹുമാനം. ഹംദാൻ, ആ എന്താ മാഷിത്ത? ഹംദാൻ, നിങ്ങളിവിടുന്ന് പോവരുത്. സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളിവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരു സന്തോഷം ഉണ്ടാവില്ല. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെല്ലാം കാണുന്നത് കൊണ്ടും എനിക്ക് മനസ്സിനുള്ളിലും ഒരു സന്തോഷമാണ്. ദയവായി നിങ്ങൾ പോവരുത്. സത്യം പറഞ്ഞാൽ അപ്പോൾ തന്നെ മാഷിത്ത അവിടെ നിന്ന് ഇറങ്ങുന്നു. അതെ, ഹംദാൻ പോകുന്ന ആ ഒരു റൂമിലേക്ക്. ഹംദാൻ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പൊറുക്കണം. എന്തെന്നറിയില്ല, നിങ്ങൾക്ക് ഈ കൊട്ടാരത്തിലുണ്ടായപ്പോഴേ എനിക്ക് മനസ്സിനുള്ളിൽ വല്ലാത്തൊരു സന്തോഷം. അവൻ കാര്യമായിട്ടൊന്നും പറയാതെ അകത്തേക്ക് കയറി. എന്നാൽ മാഷിത്തയുടെ മനസ്സിനുള്ളിൽ അപ്പോഴേക്കും ഒരു പൂമുട്ട് ഇട്ടിരുന്നു. അതെ, എത്ര സുന്ദരനായ ഒരു അറബിയാണ് ഹംദാന്. ശരിക്കും എന്തെന്നറിയില്ല, ആ മുഖമൊക്കെ കാണുമ്പോൾ വല്ലാതൊരു തുടിപ്പ്. ശരിക്കും എന്ത് ഭംഗിയാണോ ആ മുഖം കാണാൻ. അല്ലാ റബ്ബേ, ഇത്രയധികം മനോഹരമായിട്ട് നീ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ അല്ലാ.
സത്യം പറഞ്ഞാൽ മാഷിത്ത ബീവിയുടെ മനസ്സിൽ ഹംദാൻ എന്ന പേരുള്ള ഹംദയാണിപ്പോൾ. അതെ, അവൾക്ക് അദ്ദേഹത്തിനോട് സംസാരിക്കണം, ഇടപഴകണം. പക്ഷേ ഹംദ കൂടുതലൊന്നും നിൽക്കില്ല, വേഗം പോകും. എങ്കിലും വരുമ്പോൾ എന്താണ് പേര് പറഞ്ഞത്? എൻ്റെ പേര് ഹംദാൻ. ആ, ഹംദാൻ അല്ലേ? ഓക്കെ ഓക്കെ, മാഷാ അല്ലാ, നല്ല പേരാണ് കേട്ടോ. പിന്നെ വീട് എവിടെ പറഞ്ഞത്? അത് കുറച്ച് ദൂരെയാണ്. ആ, ഓക്കെ ഓക്കെ. ഡീപ്പായിട്ടൊന്നും ക്ലീൻ ചെയ്യണ്ട കേട്ടോ, ഇങ്ങനെയൊക്കെ മതി. പിന്നെ ഇവിടെ ഇപ്പം എന്താ? പിന്നെ ഉമ്മയുടെ വാക്ക് അത്ര കാര്യമാക്കണ്ട. ഉമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും. അത് മനസ്സിനുള്ളിലൊന്നും ഉണ്ടായിട്ടൊന്നല്ല, അങ്ങനൊരു പുറം വാക്ക്, അത് മാത്രം. ഹംദാൻ, ദേഷ്യപ്പെടരുത് കേട്ടോ, സങ്കടപ്പെടരുത്. ദയവായി എനിക്ക് വേണ്ടിയിട്ടെങ്കിലും ഈ കൊട്ടാരത്തിൽ ഹംദാൻ നിൽക്കണം. മാഷിത്തയുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ ഓരോന്നായി അതാ അവനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഹംദാൻ പോവരുത്. ഹംദാന് എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളുമെല്ലാം ഞാൻ ചെയ്തു തരും. ദയവായി ഹംദാൻ പോകരുത്. ഇല്ലെന്ന് അവൾ തലയാട്ടി. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, നമുക്ക് ഇതിൻ്റെ സ്റ്റോറി ബാക്കി ഭാഗം നാളെ കേൾക്കാം കേട്ടോ. കാരണം എനിക്കിപ്പോൾ നല്ല ഉറക്കം വന്നിട്ട് എനിക്ക് പറയാൻ കഴിയണില്ല. ഇന്ന് പിന്നെ ടൂറ് പോയ ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കഴുകലും ഒരടലൊക്കെ ആയിട്ട് അതങ്ങനെ അങ്ങോട്ട് സമയമൊക്കെ ഒരുപാട് നേരം വൈകി. അപ്പോൾ ഇൻഷാ അല്ലാ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇതൊക്കെ രാവിലെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കട്ടെ. നേരമായിട്ട് ഞാൻ ഉറങ്ങി തൂങ്ങണം. ഞാൻ ഉറങ്ങി തൂങ്ങി എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ പറഞ്ഞിക്കണോ എന്നെ പഠിച്ചോന്നറിയാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചാലിട്ടോ. ഇൻഷാ അല്ലാ നമുക്ക് ബാക്കി ഭാഗം നല്ല ഉഷാറിൽ നല്ല രീതിയിൽ പറയാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.